വാട്സാപ്പിനെ മറികടന്ന ഒന്നാമതെത്തി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മെസ്സേജിംഗ് ആപ്പായ ആറട്ടെ. ഇന്ത്യൻ ടെക് കമ്പനിയായ സോഹോ പുറത്തിറക്കിയ മെസ്സേജിംഗ് കോളിംഗ് ആപ്പാണ് ഇപ്പോൾ ആപ്പ് സ്റ്റോർ റാങ്കിങ്ങിൽ വാട്സാപ്പിനെയും പിന്നിലാക്കി ഒന്നാം സ്ഥാനത്തെത്തിയത്. വാട്സാപ്പിന് സമാനമായ നിരവധി സവിശേഷതകൾ ആറട്ടെ ആപ്പിൽ ലഭ്യമാണ്. വോയിസ്, വീഡിയോ കോളിംഗ്, ഗ്രൂപ്പ് ചാറ്റുകൾ, ചാനലുകൾ, സ്റ്റോറികൾ, ഓൺലൈൻ മീറ്റിംഗുകൾ തുടങ്ങിയ സവിശേഷതകൾ ആറട്ടെ ആപ്പിൽ വാഗ്ദാനം ചെയ്യുന്നു. ഉപയോക്താക്കൾക്ക് ഓൺലൈൻ മീറ്റിംഗുകൾ ഷെഡ്യൂൾ ചെയ്യാനും ഹോസ്റ്റുകളെ ചേർക്കാനും ടൈം സോണുകൾ സജ്ജമാക്കാനും കഴിയും. മൊബൈലിൽ മാത്രമല്ല, കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലും ടാബ്ലറ്റിലും ആൻഡ്രോയിഡ് ടിവിയിലും ആപ്പ് ഉപയോഗിക്കാൻ സാധിക്കും. ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കുന്നവർക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ആറട്ടെ എന്ന് സെർച്ച് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാളേഷനു ശേഷം ഉപയോക്താക്കൾ ഒരു OTP ഉപയോഗിച്ച് അവരുടെ മൊബൈൽ നമ്പർ പരിശോധിച്ച് ഉറപ്പാക്കണം. തുടർന്ന് ആപ്പ് കോൺടാക്റ്റുകൾ, ക്യാമറ, മൈക്രോഫോൺ എന്നിവയിലേക്ക് ആക്സസ് അഭ്യർത്ഥിക്കും. ഒരു പ്രൊഫൈൽ നെയിമും ഫോട്ടോയും ചേർത്തുകൊണ്ട് അക്കൗണ്ട് ആക്റ്റീവ് ആക്കാം. ആറട്ടെ കോൺടാക്റ്റുകൾ ഓട്ടോമാറ്റിക്കായി സിങ്ക് ചെയ്യുന്നു. കൂടാതെ SMS വഴി ഉപയോക്താക്കൾ അല്ലാത്തവർക്കും ഇൻവിറ്റേഷനുകൾ അയക്കാനും കഴിയും. വാട്സപ്പ് പോലുള്ള ആപ്പുകൾ ഗ്രൂപ്പ് സംഭാഷണങ്ങൾക്കോ ചെറിയ വീഡിയോ കോളുകൾക്കോ അനുയോജ്യമാണെങ്കിലും ഓൺലൈൻ മീറ്റിംഗുകൾക്കായി മിക്ക സ്ഥാപനങ്ങളും ഗൂഗിൾ മീറ്റ് പോലുള്ള പ്ലാറ്റ്ഫോമുകളെയാണ് ഇപ്പോഴും ആശ്രയിക്കുന്നത്. ഇതിന് രണ്ടിൻ്റെയും മികച്ച ഗുണങ്ങൾ ഒരുമിപ്പിക്കാനാണ് ആറട്ടെയുടെ ശ്രമം. ഇതിനായി ഒരു പ്രത്യേക മീറ്റിംഗ് വിഭാഗം തന്നെ ആപ്പിലുണ്ട്. ലൊക്കേഷൻ ഷെയറിംഗ് ഒരു പുതിയ ഫീച്ചറല്ല. എന്നാൽ ആറട്ടെയുടെ ലൊക്കേഷൻ ഷെയറിംഗ് വിഭാഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തും വരെ ടിൽ ഐ റീച്ച് എന്നൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് ഇതിൽ സെറ്റ് ചെയ്താൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ നിങ്ങളുടെ ലൊക്കേഷൻ ഷെയർ ചെയ്യപ്പെടും. അവിടെ എത്തിക്കഴിഞ്ഞാൽ ലൊക്കേഷൻ ഷെയറിംഗ് തനിയെ നിലയ്ക്കും. അടുത്ത ദിവസത്തെ യാത്രയ്ക്കായി ലക്ഷ്യസ്ഥാനങ്ങൾ നേരത്തെ സെറ്റ് ചെയ്തു വെക്കാനും ആറട്ടെ ആപ്പിലൂടെ സാധിക്കും. പ്രധാനപ്പെട്ട ഫയലുകളോ രേഖകളോ ഒരിടത്ത് സൂക്ഷിക്കുന്നതിനായി നമ്മൾ പലപ്പോഴും വാട്സാപ്പിലൂടെ നമുക്ക് തന്നെയോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കോ അയക്കാറുണ്ട്. ഈ രംഗത്ത് ഒരു പടി കൂടെ കടന്നാണ് ആറട്ടെ എന്ന ആപ്പിൽ പോക്കറ്റ് എന്ന സൗകര്യം അവതരിപ്പിക്കുന്നത്. ആപ്പിനുള്ളിൽ വിവരങ്ങൾ സൂക്ഷിക്കാനുള്ള ഒരു സ്വകാര്യ ഇടമായി ഇത് പ്രവർത്തിക്കുന്നു.